നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ നിന്നുള്ള പഠനമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്പിരിച്വാലിറ്റിയെ കുറിച്ചുള്ള വളരെ ആഴമായ ഒത്തിരി കാര്യങ്ങൾ കൊരിന്ത്യർ ലേഖനത്തിലുണ്ട്. പക്ഷെ അത് പരിജ്ഞാനത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ മുൻപിലുള്ള കർത്തവ്യം. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് വിഗ്രഹാരാധനയെക്കുറിച്ചും ലോകസ്നേഹത്തെക്കുറിച്ചും നിൽക്കുന്നെന്ന് തോന്നുന്നവരെ എങ്ങനെ വീഴാതിരിക്കാൻ എങ്ങനെ നോക്കണം എന്നുള്ളതിനെ കുറിച്ചും, നമ്മൾ ഭൂതങ്ങളുടെ മേശയിൽ പങ്കാളികളാകരുത്, വിഗ്രഹാരാധനയിൽ പങ്കാളികളാകരുത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. 23-ാം വാക്യം മുതൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഒന്ന്, സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. അപ്പൊ പ്രയോജനമുള്ളതല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ബൈബിളിൽ വിലക്കുകളാലല്ല നീതി സ്ഥാപിക്കപ്പെടുന്നത് നമുക്കറിയാം. അത് ക്യാരക്ടറിനാലാണ്. നമ്മുടെ ക്യാരക്ടറാണ് നമ്മളെ നയിക്കുന്നത് ഓരോ പോയിന്റിലും. വിലക്കുകളല്ല. എല്ലാ മതങ്ങളിലും വിലക്കുകളാണ്. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്ത്, അങ്ങനെ നീതി ഉണ്ടാക്കുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ വിലക്കുകളിലൂടെ അല്ല നീതി ഉണ്ടാകുന്നത്. നീതി ഉണ്ടാകുന്നത് നമ്മുടെ ചേഞ്ച്ഡ്, റീഫോംഡ്, റീജനറേറ്റഡ് ക്യാരക്ടറിലൂടെയാണ്. അപ്പൊ അവിടെ നമുക്ക് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളതിനാൽ തന്നെ നമുക്ക് സകലത്തിലും കർത്തവ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ വിലക്കുകളില്ല. നമ്മൾ ക്രിസ്തുവിന്റെ ആത്മാവിലാണ് അത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കും. ക്രൈസ്റ്റ് ഈസ് ലിവിങ് ഇൻ us. വി ആർ നോട്ട് ബൗണ്ട് ബൈ ദ ലോ, വി ആർ എബവ് ദ ലോ. നമ്മൾ മനുഷ്യപുത്രൻ നിയമത്തിന് മുകളിലാണ്. അതായത് ഹി പെർഫെക്റ്റഡ് ഇറ്റ്, ഹീസ് എബവ് ദ ലോ. ഇപ്പൊ ക്രിസ്തു ഉള്ളിലുള്ള ഒരാള് എബവ് ദ ലോ ആണ്, ഒരിക്കലും ബിലോ ദ ലോ അല്ല. ബ്രേക്കിംഗ് ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ബിലോ ദ ലോ ആണ്. നമ്മൾ ലോ ബ്രേക്ക് ചെയ്യാത്തവരും അതിന് മുകളിൽ മനസാക്ഷിയിൽ ക്രിസ്തുവിനെ വിശദീകരിക്കുന്നവരുമാണ് എന്നുള്ളതിനാൽ വിലക്കുകളുടെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് മനസാക്ഷി, ക്രിസ്തുവിന്റെ നല്ല മനസാക്ഷി അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ പൗലോസ് പറയുന്നു, നമുക്ക് എല്ലാറ്റിനും കർത്തവ്യമുണ്ട്. വി ആർ ഫ്രീ, ടോട്ടലി ഫ്രീ. പാപത്തിന്റെ കാര്യത്തിലല്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ നേരത്തെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഇനി നാം പാപം ചെയ്യുന്നത് എങ്ങനെ? ഇപ്പൊ സിൻ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. നമുക്ക് സിൻ എന്ന് നിർവചിക്കാൻ പറ്റാത്ത സാംസ്കാരികമായ പല കാര്യങ്ങൾ, നമ്മുടെ ജീവിച്ചു പോരുമ്പോൾ ഉണ്ടാകുന്ന പല കാര്യങ്ങൾ, ആളുകളോട് സംസാരിക്കുന്നത്, ഇടപെടുന്നത്, ബിസിനസ്സിൽ ഏർപ്പെടുന്നത്, ഇങ്ങനെ അനേകം കാര്യങ്ങളുണ്ട്. വി കനോട്ട് ഡിഫൈൻ ഇറ്റ് ആസ് പർട്ടിക്കുലർലി സിൻ. എന്നാൽ അതിനകത്ത് പല സിൻഫുൾ എലമെന്റ്സ് ഉണ്ടാകാം. അപ്പോൾ സകല കാര്യം, ഫോർ എക്സാമ്പിൾ സ്പോർട്സ്, ഒരു ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് പാപമാണോ? പണ്ടത്തേക്ക് അപ്പച്ചന്മാര് സഹിക്കാൻ പറ്റത്തില്ല അവർക്ക്. പിള്ളേർ കളിക്കാൻ പോകുന്നു, ഉടനെ അവർ പറയും തിന്നാനും കുടിക്കാനും ഇരുന്ന്. നമ്മൾ ഇത്തിരി കഴിഞ്ഞ ആഴ്ച വായിക്കും, കളിക്കാനായി എഴുന്നേറ്റു. അത് അങ്ങനെ വാക്യം കോട്ട് ചെയ്ത് അവരെ വളരെയധികം നിരുത്സാഹപ്പെടുത്തണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ സ്പോർട്സ് അല്ലെ ഗെയിംസിൽ ഏർപ്പെടുന്നു, ഓട്ട മത്സരത്തിൽ ഏർപ്പെടുന്നു, കായിക കലാവിനോദങ്ങളിൽ ഏർപ്പെടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്ത് ഉള്ള ചോദ്യം, നമ്മളിത് പാപമാണോ എന്നുള്ളൊരു ചോദ്യം പല ആൾക്കാരും പല സമയത്തും ചോദിക്കാറുണ്ട്. ഇവിടെ പൗലോസ് പറയുന്ന റൂള് ഒരു ഗോൾഡൻ റൂളാണ്. എനിക്ക് എല്ലാത്തിലും കർത്തവ്യമുണ്ട്. ദാറ്റ് മീൻസ് ഇതൊന്നും ചെയ്യരുതെന്നുള്ള വിലക്ക് എൻ്റെ മേലില്ല. പക്ഷെ ഇതുകൊണ്ട് എല്ലാം എനിക്ക് പ്രയോജനമില്ല. ഇപ്പൊ പ്രയോജനമില്ലാത്ത ഒരു കാര്യം ചെയ്യണോ വേണ്ടോ എന്ന് ആരാ തീരുമാനിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ അടുത്തിരിക്കുന്നവനാണ് തീരുമാനിക്കുക. അതായത് അത് അവനെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനകത്ത് വരുന്ന ഒരു ആംഗിൾ, ഒരു കമ്പണന്റ്. ഇവിടെ പറയുന്നത് സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലതും ആത്മീക വർധന വരുത്തുന്നില്ല. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ. അപ്പൊ ആത്മീക വർധന പ്രത്യേകമായിട്ട് വരുത്താത്ത ഒരു കാര്യത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ, അതായത് ന്യൂട്രൽ എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് ഒരു പാപം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം, നമ്മൾ പല്ല് തേക്കുന്ന പോലെ, അല്ലെങ്കിൽ പല്ല് തേക്കുന്ന പാവമാണോ അല്ലയോ, പൗഡർ ഇടുന്നത്, തലമുടി ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ എന്ത് നിങ്ങളല്ലേ തലമുടി ചെയ്യാതെ വരുന്നത്?
ശരിയാണ്. ഈ തലമുടി ചെയ്യുന്ന കഴിഞ്ഞ ദിവസം ഒരാൾ പ്രസംഗിക്കുന്നുണ്ട്, നമ്മുടെ ചർച്ചിന്റെ ഗ്രൂപ്പിൽ ആരോട്ട് മേക്കപ്പ് ചെയ്യുന്നത് പാവമാണെന്ന്. തലമുടി ചെയ്യുന്നത് മേക്കപ്പിന്റെ ഭാഗമാണ്. മേക്കിംഗ് അപ്പ്. നമ്മൾ മുഖം കഴുകുന്ന വരെ ഒരുപക്ഷെ മേക്കപ്പ്. ഇത് എവിടെ നിർവചിക്കും, എങ്ങനെ നിർവചിക്കും? ഇത് വരെ പറ്റും, ഇത് കഴിഞ്ഞാൽ പറ്റില്ല എന്ന് എങ്ങനെ പറയും? അപ്പൊ അതുകൊണ്ട് പൗലോസ് പറയാണ്, വേറൊരുത്തിന് ഇടർച്ച വരുത്താത്ത രീതിയിൽ വേണം. സ്വന്തം ഗുണം അന്വേഷിക്കരുത്. ഇപ്പൊ വസ്ത്രധാരണം ഒരു പ്രധാനപ്പെട്ട കാര്യം. വസ്ത്രധാരണത്തിലേക്ക് വരുമ്പം നമ്മൾ മറ്റൊരാൾക്ക് ഇടർച്ച ഉണ്ടാകരുത്. അതാണ് നമ്മൾ വസ്ത്രധാരണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഇന്ന വസ്ത്രം ധരിക്കണം നിർബന്ധമൊന്നുമില്ല. എന്നാൽ ഇത് വേറൊരാൾക്ക് ഇടർച്ചയാകരുത്. അവര് കാണുമ്പോൾ അയ്യോ ഇതെന്ത് വൃത്തികെട്ട വേഷമാണെന്ന് തോന്നരുത്. വി നീഡ് ടു ഗോ വിത്ത് ദ സൊസൈറ്റി. ഡു നോട്ട് ഗീവ് ദം എ കൾച്ചറൽ ഷോക്ക്. ഇപ്പൊ കേരളത്തിൽ വന്ന് എന്താ അമേരിക്കയിൽ നടക്കുന്ന പോലെ, അല്ലെങ്കിൽ എന്താ വേറെ വിദേശ രാജ്യത്ത് നടക്കുന്ന പോലെ ആ വേഷം, അവിടെ നല്ല വേഷങ്ങളുണ്ട്, ഞാൻ പറഞ്ഞത് ഇത്തിരി സഭ്യമല്ല എന്ന് ഇവിടുത്തെ നാട്ടുകാർ വ്യാഖ്യാനിക്കുന്ന വേഷമായിട്ട് നടക്കുമ്പോൾ ആൾക്കാർ ഷേ എന്ന് ആരെ കൊണ്ട് പറയും. അതിനാണ് കൾച്ചറൽ ഷോക്ക് എന്ന് പറയുന്നത്. കൾച്ചറൽ ഷോക്ക് സാംസ്കാരികമായി ഞെട്ടലുണ്ടാക്കുന്ന ഒരു വസ്ത്രധാരണമോ ജീവിത രീതിയോ നമ്മൾ, കാരണം മറ്റൊരാളുടെ വെൽഫെയർ ആണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. വി ആർ കൺസേൺഡ് അബൌട്ട് അതർ ബ്രദർ. ഓക്കെ, ഓരോരുത്തരും സ്വന്തം ഗുണമല്ല, അത് നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഓരോരുത്തരും സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ. അപ്പൊ വേറൊരുത്തൻ കുരുങ്ങിപ്പോകരുത്. ഓക്കെ, പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ മൂവി ഇറങ്ങിയ സമയത്ത് അയ്യോ എത്ര ക്രിസ്ത്യാനികളും ബന്ധുക്കോസുകാരായിരുന്നു തിയേറ്ററിൽ കയറിപ്പോയത്. അപ്പൊ എന്റെ മേൽ പോകാനൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ആണോ കണ്ടത്, എന്താ കണ്ടതെന്ന് ഈ ചുറ്റും നിൽക്കുന്നവരൊന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല. ആ ബലഹീന സഹോദരൻ പിന്നെ ഈ പുള്ളി അതിനകത്ത് കയറിയെങ്കിൽ എനിക്കും കയറാമെന്നൊരു ചിന്തയിലോട്ട് വന്നുകൂടാന്നില്ല. അപ്പൊ എന്റെ അടുത്ത് നിൽക്കുന്ന ഒരു സഹോദരന് അത് ഇടർച്ച ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. തന്നെയല്ല, യേശുക്രിസ്തുവിനെ ഇങ്ങനെ പിക്ചറൈസ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് താൻ. ഒരു മനുഷ്യൻ യേശുക്രിസ്തുവായിട്ട് വരിക എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് വെരി അൺപാലറ്റബിൾ ഫോർ മീ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നിർദോഷമായ ഒരു കാര്യമെന്ന് തോന്നിയാലും ഇറ്റ് ക്യാൻ ക്രിയേറ്റ് വാട്ട് യു കോൾ, ഇറ്റ് ക്യാൻ ബിക്കം എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ഫോർ അനദർ ബ്രദർ. അതുകൊണ്ട് അങ്ങാടിയിൽ വിൽക്കുന്ന എന്തെങ്കിലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ തിന്നുവേൻ. ഇപ്പം ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ വെജിറ്റേറിയൻ ഹോട്ടലിൽ ചെല്ലുമ്പം അവിടുത്തെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ഒരു ഇഡ്ഡലി വെച്ചേക്കുന്ന കാണാം. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാനുള്ളൂ. അത് രാവിലെ ആദ്യത്തെ ഇഡ്ഡലി അവിടുത്തെ വിഗ്രഹത്തിന് കൊടുത്തിട്ട് ബാക്കിയാണ് നമുക്ക് തരുന്നത്. അത് വിഗ്രഹാർപ്പിതമാണോ അല്ലയോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ പ്രശ്നമാണ്. പക്ഷെ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്നുണ്ട്. ഈ കാശ് കൊടുത്ത് അങ്ങാടിയിൽ വാങ്ങിക്കുന്ന സാധനം ആയതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഒന്നും അന്വേഷിക്കുന്നില്ല. ബിക്കോസ് വി പേ ഫോർ ഇറ്റ്, ഇറ്റ് ബിക്കംസ് അവർ ഓൺ. ഇനി നോൺ വെജിറ്റേറിയൻ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഹലാൽ മന്ത്രം ചെയ്ത ഫുഡായിരിക്കും. ഇത് നമ്മളൊന്നും അന്വേഷിക്കാൻ പോയിട്ട് കാര്യമൊന്നുമില്ല. അത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു. അങ്ങാടിയിൽ വിൽക്കുന്നതെല്ലാം മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ തിന്നുവിൻ. അതിന്റെ കാരണം ഭൂമിയും അതിന്റെ പൂർണ്ണതയും കർത്താവിനുള്ളതല്ലോ. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭൂമിയിൽ എന്ത് ഉണ്ടാക്കിയാലോ ദൈവം ഉണ്ടാക്കിയാണ്. സ്തോത്രം ചെയ്ത് കഴിയുമ്പം, കർത്താവിന്റെ നാമത്തിൽ സ്തോത്രം ചെയ്ത് കഴിയുമ്പം ഇത് ദൈവത്തിന്റെ ആണ് നമ്മൾ അക്നോളജ് ചെയ്ത് കഴിഞ്ഞാൽ അതിനിടയിൽ ഒരു ഭൂതവും വരില്ല, ഒരു ദുരാത്മാവും വരില്ല. We need to acknowledge the benevolence of God when we are eating. സ്തോത്രം സകലതിനെയും ശുദ്ധീകരിക്കുന്നു. അവിശ്വാസികളിൽ ഒരുവൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടെങ്കിൽ, കേട്ടോ, വിലക്കില്ല, പോകാൻ മനസ്സുണ്ടെങ്കിൽ പൊക്കോന്നാ. അവിശ്വാസികളിൽ ഒരുത്തൻ നിങ്ങളെ വിരുന്നിന് വിളിച്ചാൽ പോകുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻപിൽ വിളമ്പുന്നത് എന്തായാലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുവേ. സമാധാനം ഒത്തിരി പേർക്ക്. എങ്കിലും ഒരുത്തം വന്നിട്ട് ഇത് വിഗ്രഹാർപ്പിതം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ അറിയിച്ചവൻ നിമിത്തവും മനസാക്ഷി നിമിത്തവും തിന്നരുത്. അതായത് ഒരുത്തം വന്ന് പറയാണ് ഇത് ഇവിടുന്ന് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നാണ്, അല്ലെ പള്ളിയിൽ നേദിച്ച നേർച്ചയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പറഞ്ഞവൻ അവിശ്വാസിയായാലും വിശ്വാസിയായാലും ആ പറഞ്ഞവൻ നിമിത്തം തിന്നരുത്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിനകത്തൊരു ഒന്നുമില്ല. പക്ഷെ ഇതെല്ലാം ഈ തരുന്നവന്റെയും തിന്നുന്നവന്റെയും മനസാക്ഷിയിലാണ് ഇരിക്കുന്നത്. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ദൈവത്തിനുള്ളതായതുകൊണ്ട് ഇതിനകത്തല്ല ഇതിന്റെ ഗുണദോഷങ്ങൾ ഇരിക്കുന്നത്, തരുന്നവന്റെയും തിന്നുന്നവന്റെയും മനസാക്ഷിയിലാണ്.
മനസാക്ഷി എന്ന് ഞാൻ പറയുന്നത് തൻ്റെതല്ല, മറ്റവൻ്റെതത്രേ. അവൻ വന്ന് വിഗ്രഹാർപ്പിതം കൊണ്ടുവന്ന് ഭക്തിയോടുകൂടി വരാണ്. ചേസ് ബ്രദറെ, ഇത് അപ്പുറത്തെ പള്ളിയിലെ നേർച്ചയാണ്, ഞങ്ങൾ കൊണ്ടുവന്ന് തരാൻ. അവന്റെ മനസാക്ഷിയിൽ ആ വിഗ്രഹം ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈഡ് ആണ്. ഞാൻ അന്ന് ഇങ്ങ് തന്നേക്ക് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അവന്റെ ഉള്ളിൽ ആ വിഗ്രഹം ഉറക്കുകയാണ്. അവന്റെ ഉള്ളിൽ ചേസ് ബ്രദർ ഇതിനകത്ത് അപ്പൊ വിഗ്രഹാർപ്പിതം, അപ്പൊ നമ്മൾ അതിനകത്ത് പങ്കാളിയായി. അവന്റെ ഉള്ളിൽ ആ വിഗ്രഹാരാധന ഉറക്കുകയാണ്. അപ്പം അവന്റെ മനസാക്ഷി അവിടെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, എന്റെ സ്വാതന്ത്ര്യം അന്യ മനസാക്ഷിയാൽ വിധിക്കപ്പെടുന്ന എന്തിന്? അപ്പൊ ഇതിനകത്ത് ഞാനൊരു വിധി പ്രസ്താവനയിലോട്ട് പോകാതെ ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നാണ് പറയുന്നത്. നന്ദിയോടെ അനുഭവിച്ച് സ്തോത്രം ചെയ്ത സാധന നിമിത്തം ഞാൻ ദുഷിക്കപ്പെടുന്നത് എന്തിന്? ഇങ്ങനെയൊന്നും നമുക്ക് ചോദിക്കാം വേണമെങ്കിൽ. ഓക്കെ, അപ്പോ ഞാൻ സ്വാതന്ത്ര്യമായിട്ട് എനിക്ക് തിന്നുന്നതിന് വേറൊരുത്തന്റെ മനസാക്ഷി എനിക്ക് എന്തിനാണ് ഞാൻ എന്തിനാണ് നോക്കേണ്ടത് എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഓക്കെ, അതുപോലെ തന്നെ എന്റെ മനസാക്ഷി വെച്ച് ഞാൻ എന്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് ഞാൻ തിന്നുന്നതിന് ഞാൻ മറ്റൊരാളുടെ കാര്യം എന്തിനാണ് നോക്കുന്നത് എന്നും നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. തർക്കിക്കണമെങ്കിൽ തർക്കിക്കാം. ഓക്കെ, നന്ദിയോടെ അനുഭവിച്ച സ്തോത്രം ചെയ്ത സാധനം നിമിത്തം ഞാൻ എന്തിനാണ് ദുഷിക്കപ്പെടുന്നത്? ഇപ്പൊ എന്റെ കൈ കിട്ടിയ ഒരു സാധനം ഞാൻ സ്തോത്രം ചെയ്തു, നന്ദിയോടെ കഴിച്ചാൽ, കർത്താവിനുള്ള നന്ദിയോടെ കഴിച്ചാൽ പിന്നെ ഞാൻ ദുഷിക്കപ്പെടുന്ന എന്തിന്? ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. അപ്പൊ അതിനർത്ഥം എന്താണ്? ഈ വിഗ്രഹത്തെ നമ്മൾ മഹത്വവൽക്കരിക്കുകയോ അതിന് വലിയ പവർ ഉണ്ടെന്ന് വിചാരിക്കുകയോ ഇത് തിന്നാൽ പോരാട്ടമാകുമെന്ന് ചിന്തിക്കുകയോ ഒന്നും ചെയ്യരുത്. കാരണം അതിനൊന്നും ഒരു വിഗ്രഹത്തിന് യാതൊരു ശക്തിയുമില്ല. ഇത് അവിടെ കൊടുത്തത് കഴിച്ചാൽ ചില ആൾക്കാർ പറയുന്നുണ്ട് അത് അമ്പലത്തിൽ നിന്ന് കൊണ്ട് കൊടുത്ത് രഹസ്യമായിട്ട് കൊടുത്ത അത് വയറ്റി കിടക്കുകയാണ്, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് പോരാട്ടമായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഛർദ്ദിപ്പിക്കുന്ന ആൾക്കാർ? ഇത് പണ്ടെങ്ങാണ്ട് ആരാണ്ട് കൊണ്ട് കൊടുത്താന്നാ പറയുന്നത്. ശരീരത്തിനകത്തേക്ക് പോകുന്നത് ഒന്നും മനുഷ്യനെ അശുദ്ധനാക്കുന്നില്ല എന്ന് വേദപുസ്തകം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കർത്താവിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും അകത്ത് ചെല്ലുന്ന ഒന്നും അവനെ അശുദ്ധനാക്കുന്നില്ല. ഇതെല്ലാം മനസാക്ഷിയുടെ പ്രശ്നമാണെന്നാണ് പൗലോസ് പറയുന്നത്. എത്ര ലിബറേറ്റഡ് ആണിത്! റിയലി ബൈബിൾ ഈസ് സോ മച്ച് എ ലിബറേറ്റഡ് ബുക്ക്. നമുക്ക് എത്ര ആശ്വാസം, സ്വാതന്ത്ര്യമാണ് തരുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരായിരിക്കണം. അതായത് ആ വിവേകം നമുക്കുണ്ടായിരിക്കണം. ഈ കാര്യങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ ആ തരുന്നവൻ നിമിത്തവും നമ്മൾ നിമിത്തവും അതിനകത്ത് ആർക്കും ഇടർച്ച ഉണ്ടാകാൻ ഇടയാകരുത്. ഇപ്പൊ നമ്മൾ വിഗ്രഹാർപ്പിതം കഴിക്കുന്നത് നമുക്കിത് പ്രശ്നമല്ലായിരിക്കാം, പക്ഷെ ഇത് ബലഹീന സഹോദരനത് ഇടർച്ചയായിരിക്കാം. അപ്പൊ അവൻ ഇടർച്ച ഉണ്ടാകും എന്നുള്ളത് നമ്മൾ വിചാരിച്ചിരിക്കണം. അതല്ലാതെ ഇതിനകത്ത് മനസാക്ഷിയുടെ ദുഷിപ്പോ സ്തോത്രത്തോടെ കഴിക്കുന്നതിനകത്ത് എന്തെങ്കിലും കുഴപ്പമോ വയറുവേദനയോ ഒന്നും വരികയില്ല. ബട്ട് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈസ് വി ഷുഡ് നോട്ട് ബി എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ടുവേർഡ്സ് എ ബ്രദർ. ഉദാഹരണത്തിന് ഈ വിഗ്രഹങ്ങൾ പിടിയിൽ നിന്ന് വന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ച് പഴയകാലത്തെ അസ്വസ്ഥകരമായ അശുദ്ധിയാണ് അതെല്ലാം. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഇത് കഴിച്ചു കഴിയുമ്പോൾ അവർക്കത് വലിയൊരു അസ്വസ്ഥത ഉണ്ടാക്കും, ഇടർച്ച ഉണ്ടാക്കും. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു അവോയ്ഡ് ഇറ്റ് ഇൻ ദ ചർച്ച് ഓർ ഇൻ ദ പ്രസൻസ് ഓഫ് പീപ്പിൾ ഹു ക്യാൻ ബി ഇൻ ഡിഫിക്കൽട്ടി. ഞാനും എന്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. അപ്പം രക്ഷിക്കപ്പെടുന്നതിന് നമുക്ക് ഈ ചില ആൾക്കാരുടെ പിടിവാശികൾ എത്ര പേരെയാണ് രക്ഷയുടെ ആ സുവിശേഷം കേൾക്കുന്നതിൽ നിന്ന് അകറ്റുന്നത്. ഒരു പിടിവാശി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രസംഗം അവർ കേൾക്കില്ല, നമ്മൾ പറയുന്നവർ കേൾക്കില്ല. ഇപ്പൊ സ്റ്റേജ് കിട്ടി കഴിയുമ്പോൾ ഉടനെ നമ്മൾ അവിടുത്തെ വിശ്വാസത്തെ മുഴുവൻ ഖണ്ഡിക്കുന്നവരെ സംസാരിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് കാര്യമില്ല? അവിടെ ക്രിസ്തുവിന്റെ രക്ഷ കേൾക്കുന്നതിൽ നിന്ന്, സുവിശേഷം കേൾക്കുന്നതിൽ നിന്ന് അനേകർ തടസ്സപ്പെടും. അവർ പിന്നെ നമ്മൾ പറയുന്നത് കേൾക്കാതെ നമ്മൾ ബ്രാൻഡ് ചെയ്യപ്പെടും. നമ്മുടെ ഒറ്റ ഉദ്ദേശമുള്ളൂ, ക്രിസ്തുവിന്റെ സുവിശേഷം മാക്സിമം ആൾക്കാരുടെ അടുത്ത് എത്തുക, അതിന് അവരിൽ ഒരാളെ പോലെ ആവുക. നോ പ്രോബ്ലം. അപ്പോൾ മറ്റൊരാളുടെ ഗുണമാണ് എപ്പോഴും നമുക്ക് സകലത്തിന്മേലും കർത്തവ്യമുണ്ടെങ്കിലും നമുക്ക് ആത്മീക വർധന വരുത്താത്ത കാര്യങ്ങളിൽ മറ്റൊരാളുടെ ഗുണമാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്.
ഓക്കെ, നമുക്ക് പ്രത്യേകമായതുകൊണ്ട് ആത്മീക വർധനയില്ല എങ്കിൽ അത് വേറൊരാൾക്ക് ഇടർച്ചയാവുന്നുണ്ടെന്നുള്ളൊരു ചോദ്യത്തിലേക്ക് ഉടനെ നമ്മൾ വരണം. അപ്പൊ ഇത് ജീവിതത്തിൽ നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. ഇത് ലോകമെമ്പാടും ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള, സഹോദരിമാർക്കെല്ലാം വളരെ വിഷമവും ദേഷ്യവുമുള്ള ചില വാക്യങ്ങളിലേക്ക് ഞാൻ കിടക്കുകയാണ്. 11-ാം അധ്യായം. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എന്റെ അനുകാരികളാകും. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടൊരു അമേരിക്കയിലാണ്, എവിടെയാണോ, ഒരു ഭാര്യ ഭർത്താവ് തലയിൽ തട്ടമുണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഡൈവോഴ്സ് കൊടുത്തു. തലയിൽ മൂടുപാടുണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഡൈവോഴ്സ് കൊടുത്തതായിട്ട് ഞാൻ കേട്ടു. ഈ പരിപാടി ഇന്നിവിടെ നടക്കില്ലെന്ന്. ഇനി നമുക്ക് നോക്കാം. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എന്റെ അനുകാരികളാകും. അപ്പൊ എങ്ങനെ നിങ്ങൾ എന്റെ അനുകാരികളാകണം? ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ, അത്രയേ ഉള്ളൂ. ഞാൻ എങ്ങനെയാണോ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത്, ആ കാര്യത്തിൽ ഞാൻ എങ്ങനെയാണോ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് അതുപോലെ നിങ്ങളും ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ ക്രിസ്തുവിനെ അനുകരിക്കാം. അപ്പോ ഇറ്റ്സ് നോട്ട് അബൌട്ട് കോപ്പിയിങ് പോൾ, ഇറ്റ്സ് അബൌട്ട് ഇമിറ്റേറ്റിംഗ് ക്രൈസ്റ്റ്. കോപ്പിയിങ് പോൾ ഇൻ ദ മെത്തഡ്. അപ്പം ഞാൻ പറയാണ്, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങളും അനുകരിക്കും. അപ്പൊ അതെങ്ങനെയാണ്? ബൈ ഫെയ്ത്ത്, ബൈ ഗ്രേസ്, റൺ ദ റേസ്. അതാ, അത്രേ ഉള്ളൂ. അല്ല പൗലോസിനെ പോലെ ആവുക എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. പൗലോസ് ഓടുന്ന മാർഗം തന്നെ നമുക്കുള്ളൂ, ബൈ ഫെയ്ത്ത്, ബൈ ഗ്രേസ്. നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുകയാൽ നിങ്ങളെ പുകഴ്ത്തുന്നു. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനകത്ത് ഈ ഭാര്യമാർക്കുള്ള ഒരു വലിയൊരു എക്സ്ക്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കൊരു പെർഫെക്റ്റ് തല ഇല്ല എന്നുള്ളതാണ്. പെർഫെക്റ്റ് തല കുടുംബജീവിതത്തിലെ കാര്യമാണ് പറഞ്ഞത്, അല്ലാതെ വ്യക്തി സ്പിരിച്വൽ ലൈഫിലെ കാര്യമല്ല. കുടുംബജീവിതത്തിലെ കാര്യമാണ്. കുടുംബജീവിതത്തിലെ സ്ത്രീയുടെ തല ആരാ? പുരുഷനാണ്. പുരുഷൻ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. പക്ഷെ പുരുഷന്റെ തല ആരാണ്? ക്രിസ്തുവാണ്. അപ്പൊ കുടുംബജീവിതത്തിന്റെ മൊത്തം ഉത്തരവാദിത്വം പുരുഷന്റെ തലയിലാണ്. ഇപ്പൊ സ്ത്രീക്ക് ഒരു പെർഫെക്റ്റ് ഹെഡ് ഇല്ലാത്തതുകൊണ്ട് സ്ത്രീകൾ ഇത്തിരി പ്രശ്നം ഉണ്ടാക്കിയാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. എന്നാൽ പുരുഷന്മാർ അങ്ങനെയല്ല. ആ ഒരു കുടുംബ ജീവിതത്തിനകത്ത് ഒരു പുരുഷന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, ഇന്ന് മിക്കവാറും നമ്മുടെ സഭകളിൽ കൂട്ടങ്ങളിലൊക്കെ സംഭവിക്കുന്നത്, പുരുഷന്മാർക്ക് വിശ്വാസം കുറവാണ്, സ്ത്രീകളാണ് കൂടുതൽ വിശ്വസിക്കുന്നത്. നമ്മുടെ കോൺഗ്രേഷനിൽ നോക്കിയാൽ അതറിയാം. അതൊരു വലിയൊരു പ്രശ്നമാണ്. കാരണം എനിക്ക് തോന്നുന്നതിന് പല കാരണങ്ങളുണ്ട്. നമ്മുടെ ഈ പെന്റക്കോസ്റ്റൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും, ഈ പെന്റക്കോസ്റ്റൽ ഫെയ്ത്ത് പൊതുവെ സ്ത്രീകൾക്ക് അനുകൂലമാണ്. സഹോദരിമാർക്കാണ് കുറച്ചുകൂടെ ഇതിനകത്ത് ഒരു കംഫർട്ടബിൾ. പുരുഷന്മാർ അത്ര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. വളരെ കുറച്ച് പുരുഷന്മാർ മാത്രമാണ് ഈ ഒരു സ്പിരിച്വാലിറ്റിയിൽ അത്ര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ എന്റെ ഒബ്സർവേഷനാണ് പറയുന്നത്, ബൈബിളിൽ നിന്നല്ല, ഇതെന്റെ ഒബ്സർവേഷനാണ്. ഒരു 2-3 ദിവസം ഒരു ഉപവാസ പ്രാർത്ഥന വെച്ച് നോക്കിയേ. ആ സഹോദരിമാരെ വളരെയധികം സന്തോഷിപ്പിക്കുമെങ്കിലും പുരുഷന്മാരെ അത്ര അങ്ങോട്ട് സന്തോഷിപ്പിക്കില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം പൊതുവെ അങ്ങനെയാണ് അവരുടെ സ്പിരിച്വാലിറ്റി. അപ്പൊ പതുക്കെ പതുക്കെ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു സ്ത്രീ വിഷയമായി പല വീടുകളിലും മാറിയിട്ടുണ്ട്. ഈവൻ രണ്ടുപേരും വിശ്വാസികളായിരിക്കുന്ന ഭവനത്തിൽ തന്നെ ദ സ്പിരിച്വാലിറ്റി ഓഫ് ദ ഹൗസ് ഇസ് കൺട്രോൾഡ് ബൈ ദ വിമൻ. കാരണം ദേ ആർ മോർ റിലീജിയസ്, മോർ സ്പിരിച്വൽ, മോർ ഇൻസൈറ്റ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് റിലീജിയൻ ആൻഡ് സൈക്കോളജി എന്ന വിഷയം. അത് പുസ്തകം വായിക്കുകയല്ല ചെയ്തത്, ഞാൻ ആലോചിക്കുമായിരുന്നു. മിക്കവാറും നമ്മുടെ റിലീജിയോസിറ്റി എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ഫംഗ്ഷനാണ്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അസ്ഥിരതകളുണ്ട്, ആങ്സൈറ്റീസ് ഉണ്ട്. ഇതെല്ലാം പരിഹരിക്കാനുള്ള ഒരു സൊല്യൂഷനായിട്ട് നമ്മൾ ഒരു അതിശക്തിയുള്ള ഒരാളെ ആശ്രയിക്കുകയാണ്. ഇതാണ് ലോകത്തിലുള്ള എല്ലായിടത്തുള്ള റിലീജിയൻ. വീണ്ടും ജനിപ്പിക്കുന്ന വിശ്വാസം ഒഴിച്ച് ബാക്കി എല്ലാ വിശ്വാസങ്ങളും നമ്മുടെ ഇൻസെക്യൂരിറ്റി എന്ന് വരുന്ന ഒരു സൈക്കോളജിയുടെ ഫംഗ്ഷനാണ്, മനസ്സിന്റെ ഒരു ഫംഗ്ഷനാണ്, മനസ്സിന്റെ സൈക്കെ. ഇപ്പൊ ഒരു സ്ത്രീയുടെ മനസ്സ് എല്ലാവരുടെ അല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ചിന്തിക്കരുത് അല്ല അടച്ചിങ്ങനെ പറയില്ല, അങ്ങനെയൊന്നുമല്ലേ. ഒരു പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫാമിലിയുടെ സെക്യൂരിറ്റി, മക്കളുടെ ഭാവി, കുടുംബത്തിന്റെ സെക്യൂരിറ്റി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് സ്ത്രീകൾ കുറച്ചുകൂടെ കൺസേൺഡ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പൊ അവരുടെ പ്രാർത്ഥനകളും സ്പിരിച്വാലിറ്റി മുഴുവൻ അതിനെ ഫോക്കസ് ചെയ്തിട്ടായി. ഈ പുതിയ പെന്തക്കോസ്റ്റിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ആശങ്കകളെ പരിഹരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ഒരു കാര്യമായതുകൊണ്ട് ദിസ് ഈസ് മോസ്റ്റ്ലി എ വുമൺസ് സ്പിരിച്വാലിറ്റി, അതാണ് കൂടുതൽ എംഫസൈസ്ഡ് ആകുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കുടുംബ ജീവിതത്തിൽ പുരുഷന്റെ റോളിനെ കുറിച്ചാണ്. സ്പിരിച്വൽ റോൾ ഓഫ് എ മാൻ ഇൻ എ ഫാമിലി. അപ്പോ ഇതിനകത്ത് നമുക്ക് ഒത്തിരി ഇമോഷൻസിലൂടെ ഈ ആത്മീയതയെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ പ്രശ്നവും, വി വിൽ നെവർ റീച്ച് ക്രൈസ്റ്റ്. ക്രിസ്തു എന്ന വ്യക്തിയിലേക്ക് നമ്മൾ നടക്കുവാൻ, ക്രിസ്തു തലയായി വരുവാൻ, ഒരു കുടുംബത്തിന്റെ തലയായി വരുവാൻ അവിടെ ഒരു പ്രത്യേകമായ റോള് ഭർത്താവിന് പ്ലേ ചെയ്യാനുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. എന്നാൽ ഏത് പുരുഷന്റെ തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം. അപ്പം ഗോഡ്, ക്രൈസ്റ്റ്, മാൻ ആൻഡ് വുമൺ, ഇതാണ് ഒരു മാരേജിന്റെ ഓർഡർ. ഇതൊരു മാരേജിന്റെ ഓർഡർ ആണ്. ഇറ്റ് ഇസ് നോട്ട് സ്പീക്കിംഗ് അബൌട്ട് ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി ഓഫ് എ ഹ്യൂമൻ ബീങ്. അപ്പൊ അത് സ്ത്രീ ആയാലും പുരുഷനായാലും ക്രിസ്തുവിൽ ഒരുപോലെയാണ്. അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കണം. സ്ത്രീക്കും പുരുഷനും ക്രിസ്തുവിൽ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും ക്രിസ്തുവിന്റെ വിശദീകരണം പ്രാപിക്കേണ്ടവരാണ്. ബട്ട് മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വരുമ്പോഴാണ്, അത് രണ്ടുപേരും ബിലീവേഴ്സ് ആയിരിക്കുമ്പോഴാണ്, രണ്ടുപേരും ക്രിസ്തുവിനെ കൺഫസ് ചെയ്തിരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവമാകുന്നു. ഇനി അടുത്തത്, മൂടുപടം ഇട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷൻ തന്റെ തലയെ അപമാനിക്കുന്നു, മൂടുപടം ഇല്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു. ഇത് പൗലോസിന്റെ അഭിപ്രായം നമുക്ക് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഒരു കാര്യം കൂടെ അതിനകത്ത് വ്യക്തമാക്കാനുണ്ട്. ഇന്ന് ചർച്ചില് എല്ലാ സമയത്തും തല മൂടണം എന്നൊരു ചിന്തയിലാണ് സഹോദരിമാരിയിരിക്കുന്നത്. ആരെങ്കിലും പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴുടനെ നിങ്ങൾ തല മൂടേണ്ട കാര്യമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുമ്പോഴാണ് തല മൂടേണ്ടത്. ദാറ്റ് മീൻസ് തല മൂടുന്നത് ഞാൻ ഇപ്പോൾ പ്രവചിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുന്നുകൊണ്ടാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഐ എം നോട്ട് എക്സർസൈസിങ് ആൻ അതോറിറ്റി എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അധീനതയുടെ മാർക്കായിട്ടാണ്. വെൻ ഐ ആം പ്രീച്ചിങ്, യു ഡോണ്ട് നീഡ് ടു കവർ യുവർ ഹെഡ്സ്. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തലയിൽ മൂടുപെടുന്ന ഒരു കാര്യമില്ല. അങ്ങനെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൂടുപടം ഇടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീ എന്നാണ്. മേക്കിംഗ് എ പ്രൊഫസിങ് ഓർ പ്രേയിങ്. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുമ്പം, നമ്മൾ കളക്റ്റീവായിട്ട് പ്രാർത്ഥിക്കുമ്പം, സ്ത്രീകൾ പ്രാർത്ഥിക്കുമ്പോഴും പുരുഷന്മാർ പ്രാർത്ഥിക്കുമ്പോഴും അവസാനം ആമേൻ എല്ലാവരുടെ പറയണം. ഇറ്റ്സ് എ ലീഡർഷിപ്പ് റോൾ. അപ്പോൾ ഒരാൾ പ്രാർത്ഥനയിൽ നമ്മളെ ലീഡ് ചെയ്യുകയാണ്. എ വുമൺ ഓർ എ മാൻ, എനിവൺ ക്യാൻ ലീഡ് ഇൻ പ്രേയർ. ബട്ട് വെൻ എ ലേഡി ഡസ് ദാറ്റ്, പൗലോസ് പറയുന്നു, എനിക്കിങ്ങനെ ഒന്നും നിർബന്ധമൊന്നുമില്ല, പൗലോസ് പറയുന്നു സ്ത്രീ മൂടുപടം ഇടാതെ ചെയ്യരുതെന്ന് പറയുന്നു. ഓക്കെ, ഇതിന്റെ കാരണം 10-ാം അധ്യായത്തിൽ ഒരു തിയോളജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് വേണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യാനുള്ള കാരണം. 10-ാം വാക്യത്തിൽ പറയുന്നത്, ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഏത് ദൂതന്മാർ നിമിത്തമാണ്? പണ്ടൊക്കെ ഞാൻ ഇതിൻ്റെ ദൂതന്മാർ മുകളിൽ നോക്കുന്നതിന്, പക്ഷെ ശരിക്കും അതിന്റെ അർത്ഥം അങ്ങനെയല്ല. മെസ്സഞ്ചേഴ്സ് ഓഫ് ഗോഡ്, അതായത് ശുശ്രൂഷിക്കാൻ വരമുള്ള അധികാരികളായ, അതായത് മൂപ്പന്മാരായ ആൾക്കാർ അവിടെ ഇരിക്കുമ്പോൾ, ദാറ്റ് മീൻസ് ദോസ് ഹു ക്യാരി ദ ദൂത് ഫ്രം ഗോഡ്, ദൈവത്തിന്റെ ദൂതുവാഹകരായ ആളുകൾ അവിടെ ഇരിക്കുമ്പോൾ, നിങ്ങൾ പറയുന്ന ഉപദേശത്തിനും നിങ്ങളുടെ ശിക്ഷണത്തിനും കീഴടങ്ങിയിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവിടെ ഒരു ലീഡർഷിപ്പ് റോൾ എടുക്കുന്ന ഒരാള് തലയിൽ മൂടുപടം ഇടുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ്. അപ്പം ശുശ്രൂഷകരിക്കുമ്പോൾ, ദൂതന്മാർ, അതായത് ദൈവത്തിന്റെ ദൂത് പറയുന്ന ആളുകൾ അവിടെ ഇരിക്കുമ്പോൾ, മെസ്സേജ് കൊടുക്കാൻ വിളിക്കപ്പെട്ട ആൾക്കാർ അവിടെ ഇരിക്കുമ്പോൾ, അവരുടെ മുമ്പിൽ ശുശ്രൂഷിക്കുമ്പോൾ, പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുമ്പോൾ, അതായത് അധികാരം എടുക്കുമ്പോൾ,
ഞങ്ങൾ അധികാരം എടുക്കുന്നില്ലെന്നും ഞങ്ങൾ അധീനതയോടെ ഇരിക്കുന്നു, സഭയുടെ അധീനതയിൽ ഇരുന്നുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇതിടണമെന്ന് പറയുന്നത്. സോ ദർ ഷുഡ് ബി എ മാർക്ക് ഓഫ് സബ്മിഷൻ ബിക്കോസ് ഓഫ് ദ ഏഞ്ചൽസ് ഓഫ് ദ ലോർഡ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട് പൗലോസ്, ഇതൊരു തിയോളജിക്കലായിട്ട് നിങ്ങൾ വ്യാഖ്യാനിച്ച് സ്ത്രീയെ ഇൻഫീരിയർ ആക്കി മാറ്റരുത്. ദിസ് ഇസ് ഓൺലി എ ഫങ്ഷൻ. അത് പ്രത്യേകിച്ച് പൗലോസ് അടുത്ത വാക്യം ചേർത്ത് പറയുന്നുണ്ട്. എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. ദാറ്റ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പോൾ ഇസ് നോട്ട് അഗൈൻസ്റ്റ് വിമൻ ഓർ മേക്കിംഗ് വിമൻ ഗോ ത്രൂ സംതിങ് ദാറ്റ് ദ മെൻ ഡു നോട്ട് വാണ്ട് ഹൗ ടു ഗോ ത്രൂ. അങ്ങനെയൊന്നുമില്ല. ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യം, സ്ത്രീ ഇല്ലാതെ പുരുഷനുമില്ല, പുരുഷനില്ലാതെ സ്ത്രീയുമില്ല. സ്ത്രീ പുരുഷനിൽ നിന്നുണ്ടായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരമാണ് ഉളവാകുന്നത്. അപ്പൊ പുരുഷനിൽ നിന്ന് സ്ത്രീ ഉണ്ടാകുന്നു, സ്ത്രീയിൽ നിന്ന് പുരുഷൻ ഉണ്ടാകുന്നു. സോ ബോത്ത് ആർ ഈക്വൽ. ഓക്കെ, പക്ഷേ പ്രകൃതി അനുസരിച്ച്, നിയമം അനുസരിച്ചും ദൈവത്തിന്റെ ദൂതന്മാർ നിമിത്തവും ഈ മാർക്ക് ഓഫ് സബ്മിഷൻ സഹോദരിമാർ തലയിൽ ഇടുന്നത് യാതൊരു കാരണവശാലും അവർ ചെറുതായോ മറ്റുള്ളവരുടെ മുമ്പിൽ പുരുഷന്റെ അത്ര ഇല്ല എന്ന് കാണിക്കാനോ അല്ല. എവരി വൺ ഈസ് ഈക്വൽ ബിഫോർ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദിസ് ഈസ് എ റിക്വയർമെന്റ് ടു ഷോ ദാറ്റ് ഐ എം സബ്മിറ്റഡ് ടു ദ അതോറിറ്റി ഓഫ് ദ ചർച്ച്. അത് പുരുഷൻ ഒരു സബ്മിഷൻ കാണിക്കുന്നതും സ്ത്രീ ഒരു സബ്മിഷൻ കാണിക്കുന്നതും വ്യത്യസ്തമായ രീതിയിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. Okay, this is the way that a woman should show that she submitted to the church. Okay. ഇനി അതിനകത്തുള്ള ചില കാര്യങ്ങൾ നമ്മൾ അത് വിട്ടുകളയുന്നു. യുനോ, ഇറ്റ്സ് ഒബ്വിയസ്. അതിനകത്ത് ഈ 4 മുതലുള്ള കാര്യങ്ങൾ അവിടെ 4 മുതൽ 9 വരെയുള്ള കാര്യങ്ങളിൽ അവിടെ കാണുന്നത്, നിങ്ങൾക്ക് മൂടുപടം ഇടാൻ ഒട്ടും പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ തലമുടി അങ്ങ് വെട്ടി കളഞ്ഞേക്ക് എന്ന് പറയുന്ന ഒരു പരിഹാസദ്യോതകമായിട്ടാണ്. അതായത് ജനിക്കുമ്പം തന്നെ ഒരു പെൺകുട്ടിക്ക് ദൈവം മുടി കൊടുത്തിട്ടുണ്ട്, അത് ദൈവം നാച്ചുറലായിട്ട് പ്രകൃതി കൊടുത്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് അതൊന്ന് മൂടുപടം ഇടാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ നിങ്ങൾ ആ മുടി തന്നെ അങ്ങ് വെട്ടിക്കളഞ്ഞേക്ക് എന്ന രീതിയിലാണ്. എന്നാൽ അത് ലജ്ജയെങ്കിൽ മൂടുപടം ഇടുക എന്നാണ്. അപ്പൊ അന്നത്തെ കാലത്ത് ലജ്ജാകരമായിരുന്നു, ഇന്നത്തെ കാലത്ത് ലജ്ജാകരമല്ല. പക്ഷെ മൂടുപടം എന്ന് പറയുന്നത് ഇറ്റ്സ് എ തിയോളജിക്കൽ ഇഷ്യൂ. അതുകൊണ്ട് ഐ ബിലീവ് ദാറ്റ് ആസ് പോൾ സെഡ്, എവരി വൺ when they pray and when they prophesy, they should have this mark of submission. Okay. എന്നിട്ട് 16-ാം വാക്യത്തിൽ പറയുന്നത്, ഒരുത്തൻ തർക്കിക്കാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കും ദൈവസഭകൾക്കും ഇല്ല എന്ന് ഓർക്കട്ടെ. അപ്പൊ അതിന് ഇടയിലുള്ള വാക്യങ്ങൾ കൊണ്ട് നമുക്ക് വായിക്കാം. നിങ്ങൾ തന്നെ വിധിപ്പിൻ, സ്ത്രീ മൂടുപടം ഇടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന യോഗ്യമോ? പുരുഷൻ മുടി നീട്ടിയാൽ അത് അവൻ അപമാനമെന്നും സ്ത്രീ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കേണ്ട അവൾക്ക് മാനമാകുമെന്ന് പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നു. ദാറ്റ് മീൻസ് പ്രകൃതിയിൽ തന്നെ നമുക്ക് സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ തന്നെ പുരുഷന്റെയും സ്ത്രീയുടെയും വ്യത്യാസത്തെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. അപ്പൊ അത് വെച്ച് നിങ്ങൾ വിധിക്കുവിൻ എന്നാണ് പറയുന്നത്. സി, ഞാൻ ഒരു കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഐ ആം നോട്ട് വെരി മച്ച് കൺവിൻസ്ഡ് അബൌട്ട് വാട്ട് പോൾ ഈസ് സെയിങ്. പൗലോസ് പറയുന്നത് എനിക്ക് പൂർണ്ണമായിട്ടും ഒന്നും മനസ്സിലാകുന്നില്ല. ഇത് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഈ ആർഗ്യുമെന്റിനകത്ത് എനിക്ക് വലിയൊരു ഭയങ്കര കാര്യമായിട്ടും തോന്നുന്നില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗലോസ് പറഞ്ഞുകൊണ്ട് എനിക്ക് അനുസരിക്കാതിരിക്കാനും പറ്റില്ല. അതാണ് എൻ്റെ പ്രശ്നം. മേ ബി ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് പ്രോപ്പർലി, ബട്ട് ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് ഡിസൊബീഡിയൻസ് ഓഫ് ദ അപ്പോസ്റ്റൽ. അപ്പോസ്റ്റൽ എന്ത് പറഞ്ഞു അത് ഡിസൊബേ ചെയ്യാതിരിക്കാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് വി നീഡ് ടു ബി ഒബീഡിയന്റ് ടു ദ അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ. വി മേ നോട്ട് അണ്ടർസ്റ്റാൻഡ് വൈ ദേ ആർ സേയിങ് ലൈക്ക് ദിസ്. ബുദ്ധിപരമായിട്ട് നോക്കിയാൽ ഐ എം നോട്ട് കൺവിൻസ്ഡ് അബൌട്ട് ദിസ് ആർഗ്യുമെന്റ്, ബട്ട് സ്പിരിച്വലി ലുക്കിംഗ് അറ്റ് ഇറ്റ് വി ഡോണ്ട് ഹാവ് എനി അതർ ചോയ്സ്. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് തർക്കങ്ങളൊന്നുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. തർക്കിക്കാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ എനിക്കും ഇല്ല എന്ന് ഞാനും അറിയിക്കുന്നു. ഓക്കെ, എനിക്ക് ഇത് മനസ്സിലാകുന്നില്ലെങ്കിലും ഇനി വേറൊരു കാര്യമുണ്ട്. നമ്മൾ സഭയിൽ നിന്ന് ആരോടും നീ മൂടുപടം ഇടാത്ത എന്താ, മൂടുപടം ഇടുന്നൊന്നും പറയാറുണ്ട്. അതൊക്കെ എന്താ പറയുന്നത്, അവരവരുടെ പരിജ്ഞാനത്തിൽ ചെയ്യുക എന്നുള്ളതല്ലാതെ. സോ ദിസ് ഇസ് ഇൻസ്ട്രക്ഷൻ ഓഫ് ദ ബൈബിൾ ആൻഡ് ദ അപ്പോസ്റ്റൽസ്. ഇനി അടുത്തത് കർത്തൃമേശയെ കുറിച്ചുള്ള പഠിപ്പിക്കലാണ്. ഈ പല ആൾക്കാർ പറയുന്ന കർത്തൃമേശ എന്ന് പറയുന്നത് അന്നത്തെ ഒരു ഫുഡായിരുന്നു.
ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അവരങ്ങനെ ആക്കി മാറ്റിയായിരുന്നു എന്നുള്ളത് ശരിയാണ്. അവർ വിചാരിച്ച അത്താഴം എന്ന് പറഞ്ഞപ്പോ എല്ലാവരുടെ കൂടി ഇരുന്ന് അവനവൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തിന്നുക എന്ന് അവർ വിചാരിച്ചത്. ശരിക്കും പറഞ്ഞ കൊരിന്ത് സഭയ്ക്ക് ഇങ്ങനെയുള്ള അനേകം മണ്ടത്തരങ്ങളായ വിശ്വാസങ്ങളുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ലാവിഷ് മീൽ അല്ല എന്ന് വിശ്വസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പൗലോസ് പറഞ്ഞൊരു വാക്യം, അപ്പം ഒന്നായതുകൊണ്ട് പലരായ നാം ഒരു ശരീരമാണ്. ഒറ്റ അപ്പം വിഭജിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പം നുറുക്കൽ. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് എവ്രി വൺ ഹാവിങ് എ ലഞ്ച് ഓർ മീൽ. ഒരു സ്നേഹവിരുന്നല്ല കർത്തൃമേശ. കർത്തൃമേശ ഈസ് എ സ്പെസിഫിക്കലി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഓർഡിനൻസ്. ഇവിടെ കർത്തൃമേശയെ കുറിച്ച് പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇനി ആജ്ഞാപിക്കാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്ക് എത്ര ഇടയാകുന്നത്. ഒന്നാമത്തെ കാര്യം, കർത്തൃമേശ കൂടി വരുമ്പോൾ സഭയിൽ ഭിന്നതയുണ്ട്. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ഭിന്നതയുള്ളവരെല്ലാം വരുന്നുണ്ട്, പക്ഷെ അവരവരുടെ ഫുഡായിട്ട് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഈ അപ്പം നുറുക്കൽ എന്ന് പറയുന്ന ആകെ കുളമായ ഒരവസ്ഥയിലാണ് ഈ കൊരിന്ത് സഭയിൽ കാണുന്നത്. നിങ്ങൾ കൊള്ളാകുന്നവൻ വെളിപ്പെടേണ്ടതിന് നിങ്ങളുടെ ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകേണ്ടത് നല്ലതാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഒരു ചർച്ചിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരിക്കണം എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ നമ്മൾ ഒരാളെയും അവഗണിക്കാൻ പാടില്ല. പക്ഷേ ഉപദേശം ഒന്നേ ഉള്ളൂ. ഉപദേശം ഒന്നേ ഉള്ളൂ, പക്ഷെ പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഉദാഹരണത്തിന്, നമ്മുടെ ചർച്ചിൽ കഴിഞ്ഞ മാസം, ഈ മാസം ആദ്യം നടന്നൊരു വിവാഹത്തെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളുണ്ടായി. ദാറ്റ്സ് ഓക്കെ. അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാരണങ്ങളിലും ഉണ്ടാകും. വിഗ്രഹാർപ്പണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ചില ആൾക്കാർക്ക് അത് മനസ്സിലായില്ല. പല അഭിപ്രായങ്ങളും സഭയിൽ, അങ്ങനെ പല അഭിപ്രായങ്ങൾ ഉണ്ടാകണം. എന്തിനു വേണ്ടി ഉണ്ടാകുന്നത്? ആരാണ് തികഞ്ഞവനെന്ന് വെളിപ്പെടുവാൻ വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. നിങ്ങളിൽ കൊള്ളാകുന്നവൻ വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകേണ്ടത് തന്നെ. അപ്പൊ ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകുന്നു, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരിക്കലും ഒരു തെറ്റല്ല. കാരണം അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായെങ്കിലേ നമുക്ക് സത്യത്തിന്റെ അടുത്തേക്ക് എത്താൻ പറ്റുകയുള്ളൂ, ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പൊ സഭയിലെ ശുശ്രൂഷകൻ പറയുന്ന എല്ലാവരും അതുപോലെ അങ്ങ് കേട്ട് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ സംശയം ചോദിക്കാനോ ഒന്നും ആർക്കും പറ്റാത്തൊരവസ്ഥ വരും. അപ്പൊ തീർച്ചയായിട്ടും ഭിന്ന അഭിപ്രായങ്ങൾ സഭയിൽ ഉണ്ടാകണം. പക്ഷെ അത് വ്യക്തിപരമായ ഭിന്നതയാകാൻ പാടില്ല, വൈരാഗ്യ ബുദ്ധി ഉണ്ടാകാൻ പാടില്ല, വെറുപ്പുണ്ടാകാൻ പാടില്ല. അവിടെ പറയുന്നത്, നിങ്ങൾ അതങ്ങനെ കൂടി വരുമ്പോൾ, അതായത് ഈ ഭിന്നതയോടുകൂടി കൂടി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കർത്താവിന്റെ അത്താഴമല്ല കഴിക്കുന്നത്. ഈ ഭിന്നത ഉള്ളത് കൊണ്ട് ഇവര് കർത്താവിന്റെ അത്താഴമല്ല കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കൽ ഓരോരുത്തരും താന്താന്റെ അത്താഴം മുൻപേ കഴിക്കുന്നു. അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചും ഇരിക്കുന്നു. തിന്നുവാനും കുടിപ്പാനും നിങ്ങൾക്ക് വീടുകളില്ലയോ? അപ്പൊ ഇത്, ഈ തീറ്റയും കുടിയും എല്ലാം വീട്ടിലോട്ട് ചർച്ചിലേക്ക് മാറ്റിയിട്ട് അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നല്ലപോലെ തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. നമുക്കറിയാം. ദൈവത്തിന്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ച് ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നുവോ? നിങ്ങളോട് എന്തു പറയേണ്ടു? നിങ്ങളെ പുകഴ്ത്തുക, ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. അപ്പം ഇവര് ഫുഡ് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു സൽക്കാരം പോലെ തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഒന്നുണ്ടായിരുന്നു. ഇപ്പൊ കർത്തൃമേശ പതുക്കെ പതുക്കെ വഴക്കിന്റെ മേശയായി മാറുകയും അവിടെ അവരവരുടെ പ്രൗഢി കാണിക്കുന്ന ഒരു പരിപാടിയായി മാറുകയും ചെയ്തു. നമ്മുടെ അടുത്ത സമൂഹത്തിലൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ എത്ര ഭിന്നത ഉണ്ടെങ്കിലും ഈ കർത്തൃമേശയുടെ ഫോം അങ്ങനെ തന്നെയുണ്ട്. സബ്സ്റ്റൻസിൽ ഒത്തിരി കുറവ് വന്നിട്ടുണ്ടെങ്കിലും എല്ലാ സഭകളിലും ഈ അപ്പം നുറുക്കുന്ന ഫോം അതുപോലെ തന്നെയുണ്ട്. ആരും അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിക്കുന്ന ഒരു സാഹചര്യം ഇന്നില്ല. പക്ഷെ അന്ന് അങ്ങനെ ഇതായി മാറിയായിരുന്നു. 23-ാം വാക്യം പറയുന്നത്, എന്നാൽ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തെന്നാൽ. ഈ വാക്യങ്ങളെല്ലാം നമുക്ക് കാണാതെ അറിയാമായിരിക്കും, അല്ലെ? നമ്മുടെ മിക്കവാറും എല്ലാ ചർച്ചിലും എപ്പോഴും കർത്തൃമേശയുടെ സമയത്ത് വായിക്കുന്ന ഭാഗമാണല്ലോ. കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി. ഇത്
നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് പറഞ്ഞു. പല ആൾക്കാരും വിശ്വസിക്കുന്നത് നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെ ഇത് ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞതാണ്. അങ്ങനെ ഏതോ അച്ഛന്മാരാണ് പറഞ്ഞത്. കർത്താവ് അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഈ കത്തോലിക്കരുടെ കുർബാനയിലും മറ്റുമാണ് അങ്ങനെ പറയുന്നത്. ബൈബിളിൽ ഒരിടത്തും നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ചെയ്യണം എന്ന് പറയുന്നില്ല. എൻ്റെ ഓർമ്മയ്ക്കായി, നിങ്ങൾ ഇത് അനുഷ്ഠിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ ആദ്യ സഭയുടെ പ്രാക്ടീസ് അനുസരിച്ച് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിലാണ് അവർ അപ്പം നുറുക്കുവാൻ കൂടി വന്നുകൊണ്ടിരുന്നത്. അതിന്റെ അപ്പം നുറുക്കൽ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. ഈ അപ്പം നുറുക്കൽ ശുശ്രൂഷ ഒരു കുർബാന പോലെ ആഘോഷിച്ച് നടത്തേണ്ട ഒരു കാര്യമല്ല. അത് സഹോദരങ്ങൾ പങ്കിട്ട് കഴിക്കുന്ന ആഹാരമാണ്. ഓരോരുത്തരും നുറുക്കി കഴിക്കുന്ന കർത്താവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ്. ഇതൊരാൾ ആഘോഷിച്ച് വിറപ്പിച്ച്, അല്ലെ, നമ്മുടെ അച്ഛന്മാരൊക്കെ പണ്ട് കുർബാന കഴിക്കാൻ പറ്റുന്ന അച്ഛന്മാർ ഭയങ്കരമായിട്ട് വിറപ്പിച്ച് കുർബാന ചൊല്ലുന്ന കേട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവും അവസ്ഥ സമർപ്പിതമായ അപ്പത്തെ എന്നൊക്കെ പറഞ്ഞ് വളരെ വിശാലമായിട്ട് അവർ ചൊല്ലും. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ഭക്തിഭാവം ഉണ്ടാവും. ഇതുപോലെ ഇപ്പൊ പാസ്റ്റർമാർ തുടങ്ങിയിട്ടുണ്ട്. വളരെ വിശാലമായിട്ട് വിറപ്പിച്ച് വൈബ്രേഷൻ കൊടുത്തവര് ഇത് കർത്താവ് രാത്രിയിൽ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പം എടുത്ത് എന്നൊക്കെ പറയാം. അപ്പൊ നമുക്കൊരു ഭക്തിഭാവം, അതല്ല പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഭക്തിഭാവമല്ല, അതിനകത്തൊരു ഫെയ്ത്ത് ഉണ്ട്. ആ ഫെയ്ത്ത് എന്ന് പറയുന്നത് കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, ജീവനുള്ള അപ്പമാകുന്ന കർത്താവ് എനിക്ക് വേണ്ടി നുറുക്കപ്പെട്ടു, അതിന്റെ ഓർമ്മയായിട്ട് ഈ അപ്പം ഞങ്ങൾക്കായി നുറുക്കപ്പെടുന്നു. ഇതാണ് നമ്മൾ അപ്പം നുറുക്കലിലൂടെ കാണുന്നത്. അപ്പൊ ശരിക്കും ഒരു സെറമോണിയോട് തോന്നുന്ന ഭക്തി അല്ല, പിന്നെയോ കർത്താവിനോട് തോന്നുന്ന സ്നേഹമാണ് കർത്തൃമേശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആ സെറമണിയോട് ഭയങ്കര ഒരു ഭക്തി തോന്നിയിട്ട് കാര്യമില്ല. We need to feel genuine love towards the Lord who gave his body broken for our redemption. അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അങ്ങനെ ഇത് കുടിക്കുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്ക്, അല്ലാതെ കൂടി വരുമ്പോഴൊക്കെയും ചെയ്യുവിൻ. Whenever you do this in remembrance of me. ഈ രക്തം പുതിയ നിയമമാകുന്നു. അപ്പം യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവും അപ്പവും പാനപാത്രവുമായിട്ട് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ പ്രസ്താവിക്കുന്നത് അപ്പം കൊണ്ട് പലരായി നാം ഒരു ശരീരമാണെന്നും നമ്മൾ തമ്മിൽ ഭിന്നതകളില്ലെന്നും ഈ ശരീരം കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ശരീരമാണെന്നും ഈ ജീവൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പമാണ് എന്നെ നിത്യജീവൻ തന്നതെന്നും ഈ പാനപാത്രം എനിക്ക് പുതിയ നിയമത്തിന്റെ അടയാളമാണ് എന്നും നമുക്ക് ഓർത്തുകൊണ്ട് വേണം അത് ചെയ്യുവാൻ. പല ആൾക്കാർ ആ സമയത്താണ് പാപപരിഹാരത്തിന് പരിശ്രമിക്കുന്നത്. പാപപരിഹാരത്തിന് പരിശ്രമിക്കുന്ന ഒരു സ്ഥലമല്ല അത്. അത് നമ്മുടെ പാപപരിഹാരം ഓർക്കുന്ന സമയമാണ്. Our sins are forgiven on the cross. The Lord forgave us by that one sacrifice, eternal sacrifice. അത് ഓർക്കുക നമ്മൾ ചെയ്യുന്നു. ആ സമയത്ത് പാപം പരിഹരിക്കാൻ നോക്കുകയല്ല. It is forgiven on the cross. It is done on the cross. നമ്മളത് വിശ്വസിച്ചത് ഓർക്കുകയാണ്. കർത്താവ് എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചതിനായി സ്തോത്രം. ഇനി അടുത്ത താഴോട്ട് വരുമ്പോൾ എന്ത് രീതിയിലാണ് നമ്മൾ അത് എടുക്കേണ്ടതെന്ന്, സാധാരണ ഈ കാത്തലിക് ചർച്ചിലൊക്കെ അവര് പാപമോചനത്തിനായിട്ടാണ് ഈ കുർബാന കൊടുക്കുന്നത്. പാപം മോചിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ കുർബാന കഴിച്ചാൽ പാപം മോചിച്ചു, കർത്താവിന്റെ ശരീരത്തിന്റെ പങ്കാളിയായി, അങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത്. കുംഭസാരത്തിലൂടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അത് മോചിച്ചതിന്റെ അടയാളമായിട്ടാണ് ഈ കുർബാന. എന്നാൽ വേദപുസ്തകത്തിൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന യാഗപീഠത്തിന്മേലല്ല. വി നീഡ് ടു റിമെമ്പർ ദാറ്റ്. പല സമയത്തും നമ്മുടെ ഈ പഴയ ഓർമ്മകൾ കാരണം നമ്മൾ വിചാരിക്കുന്നത് ആ അപ്പം നുറുക്കുന്ന യാഗപീഠമാണെന്നും അവിടെയാണ് പാപങ്ങൾ പരിഹരിക്കപ്പെടുന്നതെന്നും അത് ഇന്നലെ വരെയുള്ളതെല്ലാം ഏറ്റുപറയണമെന്നും ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പാപപരിഹാരത്തിന്റെ യാഗപീഠം ഇല്ല. അതൊറ്റ യാഗപീഠമേ ഉള്ളൂ. അത് സ്വർഗത്തിലാണ്. ഒരിക്കലായി അവിടെ കർത്താവ് തന്നെ രക്തം അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇനി ഇവിടെ വിവേചിക്കണം എന്നൊക്കെ പറയുന്നത് എന്താണ് ഈ അയോഗ്യത എന്ന് പറയുന്നത്? അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാണ്. അപ്പൊ അതിനകത്ത് എന്താണ് ഈ അയോഗ്യത എന്ന് പറയുന്നത്? ഒന്ന്, ഭിന്നതയാണ്. നമ്മൾ അവിടെ കണ്ട ഒരു അയോഗ്യത എന്ന് പറയുന്നത് ഭിന്നതയാണ്. ഈ ഭിന്നതയോടുകൂടി ഇത് എടുക്കാൻ പാടില്ല എന്നാണ്. കാരണം അപ്പം ഒന്നാകൊണ്ട് പലരായി നാം ഒരു ശരീരമാണ്. ഓക്കെ, അപ്പോൾ ആ ശരീരം എടുക്കുമ്പോൾ ഈ ശരീരത്തിന്റെ പങ്കാളിയാകുന്ന
ശരീരത്തിന്റെ ഓർമ്മയുടെ പങ്കാളിയാകുന്ന വേറൊരാളോട് എനിക്ക് കയ്പുണ്ടാകുമ്പോൾ ഞാൻ ആ ശരീരത്തിനെതിരെ പാപം ചെയ്യുകയാണ്. when the bread is broken, I'm partaking in it. വേറൊരാൾ എന്ത് പാർട്ടേക്ക് ചെയ്യുന്ന അയാൾ എനിക്ക് ഇഷ്ടമില്ല, അയാളുടെ എൻ്റെ ഉള്ളിൽ വൈരാഗ്യമുണ്ട്. അപ്പൊ ശരിക്കും കർത്താവിന്റെ ശരീരത്തിലെ ഒരു അവയവത്തോടാണ് എനിക്ക് വൈരാഗ്യം. സോ ഐ എം സിന്നിങ് അഗൈൻസ്റ്റ് ദ ബോഡി. അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യണം? തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. അങ്ങനെ വിവേചിക്കാതിരുന്നാൽ, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ഇത് യേശുക്രിസ്തുവിന്റെ ശരീരമാണ് എന്ന് വിവേചിക്കാതിരുന്നാൽ, ഈ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും ഒരുപോലെ പ്രധാനമാണ് എന്ന് കാണാതിരുന്നാൽ, നമ്മൾ മറ്റൊരാളേക്കാൾ വലുതായി നമ്മളെ തന്നെ നിരൂപിച്ചാൽ, ഈ അപ്പം നുറുക്കുമ്പോൾ കഴിക്കുമ്പോഴെല്ലാം നമ്മൾ കർത്താവിന്റെ ശരീരത്തിനെതിരെ പാപം ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കർത്താവിന്റെ ശരീരത്തെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഓർമ്മ, ആ ഓർമ്മയിലൂടെ ആ ശരീരത്തെ വിശദീകരിക്കുക. ഞാൻ പറയാണ്, കർത്താവെ, നിന്റെ ശരീരം എനിക്കായി തകർക്കപ്പെട്ടതിനായിട്ട് സ്തോത്രം. എന്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു തന്നതിനായിട്ട് സ്തോത്രം. ആ സാഹോദര്യം കൂടെ ഇതിന്റെ കൂടെ ഉണ്ട്. ഓക്കെ, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കുക, ഞാൻ തനിക്ക് തന്നെ ശിക്ഷാവിധി. അപ്പൊ കർത്താവിന്റെ ശരീരം എന്ന ഓർമ്മ നമുക്കില്ലാതെ നമ്മുടെ ഉള്ളിൽ പക വെച്ചുകൊണ്ട്, ഭിന്നത വെച്ചുകൊണ്ട് നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പൗലോസ് പറയുന്നത്. ഇവിടുത്തെ പ്രധാന വിഷയം ആ ഭിന്നതയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഓ, ആകെപ്പാടെ ഞങ്ങളൊന്ന് മാനസാന്തരപ്പെടുന്നത് കർത്തൃമേശയുടെ മുമ്പിലായിരുന്നു. ഇപ്പൊ അവിടെ പ്രിയ സഹോദരങ്ങളെ, കർത്തൃമേശയുടെ മുമ്പിലല്ല, എല്ലാ സമയത്തും കർത്താവിന്റെ മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. We are all the time in his presence. ഇപ്പൊ നമുക്കൊരു പാപബോധം ഉണ്ടായാൽ നമ്മൾ എന്തിനാണ് കർത്തൃമേശ വരെ വെയിറ്റ് ചെയ്യുന്നത്? വാട്ട് ഈസ് ദിസ്? നമ്മൾ എല്ലാ സമയത്തും പാപത്തോട് സെൻസിറ്റീവ് ആയിരിക്കണം. എല്ലാ സമയത്തും കർത്താവിന്റെ മുമ്പിൽ നമ്മൾ ജീവിക്കുന്നത്. വി ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ഫോർ കുർബാന ഓർ കുംഭസാരം ലൈക്ക് ദീസ് പാഗൻസ് ഡു. നമുക്ക് എല്ലാ സമയത്തും കർത്താവിന്റെ തുറന്ന മാറ്, നമുക്കായി ചിന്തപ്പെട്ട രക്തം, പുതിയ നിയമത്തിന്റെ ഓർമ്മ എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. That invitation to repent is there, ringing in the air every moment. അതുകൊണ്ട് പാപമോചനം എന്ന്, ഇപ്പൊ നിങ്ങൾക്ക് പാപബോധം ഉണ്ടായാൽ, ഏതെങ്കിലും വിഷയത്തിൽ ഞാൻ തെറ്റായിട്ട് ചിന്തിക്കുന്ന നിങ്ങൾക്ക് തോന്നിയാൽ, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ, മാനസാന്തരപ്പെടാൻ വേണ്ടി അടുത്ത കുർബാനയല്ല അതിന്റെ പരിഹാരം, അടുത്ത അപ്പം നുറുക്കലല്ല അതിന്റെ പരിഹാരം. ഇപ്പൊ തന്നെയാണ്. കാരണം അവന്റെ ശരീരം മുറുക്കപ്പെട്ടിരിക്കുന്നു, അവന്റെ രക്തം ഇന്നും ഗുണകരമായി സംസാരിക്കുന്നു. വി ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ഫോർ വൺ പർട്ടിക്കുലർ ആചാരം ഓർ ഓർഡിനൻസ്. ഓക്കെ, ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകർ നിദ്ര കൊള്ളുന്നു. അപ്പം ശരീരത്തെ വിവേചിക്കാതിരിക്കുന്ന വലിയ തെറ്റ് തന്നെയാണ്, ബാലശിക്ഷ വരുത്തി വയ്ക്കുന്ന ഒരു തെറ്റാണ്. ഇതിനാൽ പലരും രോഗികളായിരിക്കുന്നു, പലരും മരിച്ചു പോയിരിക്കുന്നു. അവിടെ പറയുന്നത്, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നുവെങ്കിലോ ലോകത്തോടു കൂടെ നാം ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ബാലശിക്ഷക്കകത്ത് എന്തെല്ലാം ഉണ്ട്? രോഗം വരുന്നതുണ്ട്, ബലഹീനരാകുന്നതുണ്ട്, മരിച്ചു പോകുന്നതുമുണ്ട്. പണ്ടൊരാൾ പറഞ്ഞു നിദ്ര കൊള്ളുന്നു എന്ന് പറഞ്ഞ ഈ കർത്തൃമേശ എടുക്കുമ്പോൾ പുറകിരുന്ന് ഉറങ്ങുന്നവരെ കുറിച്ചാണ്. ശരിക്കും ഇവിടെ നിദ്ര കൊള്ളുന്നു ഉദ്ദേശിക്കുന്നത് മരിച്ചു പോയവരെ കുറിച്ചാണ്. അതായത് മരണം വരെയും ബാലശിക്ഷ. കർത്താവ് പറയാണ്, ഇറങ്ങി കളിച്ചത് മതി, കയറിപ്പോരെ, ഇനി നിന്നെ കളിക്കാൻ വിടുന്നില്ല. ദാറ്റ്സ് പാർട്ട് ഓഫ് ബാലശിക്ഷ. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ അന്യോന്യം കാത്തിരിപ്പിൻ. ഇത് ഭക്ഷണത്തെ കുറിച്ചോട്ട് പറയുന്നത്. ഇത് മിക്സായി കിടക്കുന്നതാണ്. വല്ലവനും വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടി വരുന്നത് ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ, ശേഷം കാര്യങ്ങളെ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്തും. ഇത് ടെക്നിക്കൽ ഉപദേശങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, കർത്തൃമേശ എടുക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ഒരപ്പത്തിൽ നിന്ന് പകുത്തു കൊടുക്കുന്നു. ഓക്കെ, ഇനി സ്നേഹവിരുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിക്കാൻ മറ്റൊരാൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ കാത്തിരിക്കുന്നു. ഇനി അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് കഴിച്ചിട്ട് വരിക. കാരണം
ഇതൊരു ന്യായവിധിക്ക് കാരണമാകരുത്. കർത്താവിന്റെ ശരീരത്തിലെ ബലഹീനമായ ഒരു അവയവം വേദനിക്കാൻ ഇടവരരുത്. ഇത് മുഴുവൻ ആ ശരീരത്തിന്റെ ഇന്റഗ്രിറ്റിയെ കുറിച്ചാണ് ഈ അധ്യായം മുഴുവൻ സംസാരിക്കുന്നത്. ഓരോ കുഞ്ഞും എത്ര പ്രധാനമാണ് ആ ശരീരത്തിൽ എന്നാണ് ഈ വാക്യങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ കാര്യങ്ങളെ കുറിച്ചുള്ള പഠിപ്പിക്കലാണ് ഈ 1 കൊരിന്ത്യർ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 12-ാം അധ്യായം എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അധ്യായമാണ് നമുക്ക്. ഇപ്പൊ 11-ാം അധ്യായം നമ്മുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ലൈഫിൽ, അതായത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ, ഒരു ശരീരം എന്നുള്ള നമ്മുടെ കൺഫെഷനിൽ വലിയ എന്താ പറയുക, സത്യങ്ങളെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പം നോക്കുമ്പോൾ ഓരോ പ്രാവശ്യം ഓർക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച് ഞാൻ പറഞ്ഞു, യാക്കോബ് പള്ളിയിൽ, കത്തോലിക്ക പള്ളിയിലൊക്കെ പോയി അപ്പം എടുക്കുന്നത് വിഗ്രഹാരാധനയുടെ ഭാഗമാണ്, ഭൂതങ്ങളുടെ മേശ എന്ന് ഞാൻ പറഞ്ഞു. ഇത് ഇന്ന് മിക്കവാറും ഒത്തിരി പെന്തക്കോസ്ത് സഭകളെ കുറിച്ച് യാഥാർത്ഥ്യമാണ്. യേശുക്രിസ്തുവിനെ ഓർക്കാത്ത, വർഷിപ്പിക്കാത്ത എത്ര സഭകളുണ്ടെന്ന്. ഈ ന്യൂ ജനറേഷനിൽ വലിയൊരു പങ്കും യേശുക്രിസ്തു ആരാന്ന് പോലും കൺസേൺഡ് അല്ല. ആ ശരീരത്തിന്റെ തലയായിരിക്കുന്ന അവിടുത്തെ പാസ്റ്ററാണ്. അയാൾ അപ്പം നുറുക്കി തരുമ്പോ അയാളാണത്. നോട്ട് ദ ബോഡി ഓഫ് ദ ലോർഡ്. നമ്മൾ അപ്പം നുറുക്കുമ്പോൾ അത് ബോഡി ഓഫ് ദ ലോർഡിന്റെ ഓർമ്മയാകുന്നത് നമ്മൾ ബോഡി ഓഫ് ദ ലോർഡിന്റെ ഭാഗമായതുകൊണ്ടാണ്. നമ്മൾ ക്രിസ്തുവിനെ കൺഫസ് ചെയ്യാത്തവരല്ലെങ്കിൽ, നമുക്ക് അതിനകത്ത് ആ അപ്പം നുറുക്കൽ കർത്താവിന്റെ ശരീരമാകുന്നില്ല. എക്സാമ്പിൾ, ഞാനൊരു ദിവസം ഒരു യോഗത്തിന് പോയി. ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത്. അവിടെ ചെന്നപ്പോൾ ചർച്ച് ഓഫ് ഗോഡിന്റെ അഫിലിയേഷൻ മാത്രമേ ഉള്ളൂ. ഇതൊരു പ്രൈവറ്റ് ആള് നടത്തുന്ന ചർച്ചാണ്. അപ്പൊ അവിടെ ഈ നമ്മൾ അപ്പം നുറുക്കാൻ വേണ്ടി അവര് എക്സോർട്ടേഷൻ കൊടുക്കുന്നത് പോലും പാസ്റ്ററെ നിങ്ങൾ അനുസരിക്കണം, നിങ്ങൾക്ക് പാസ്റ്റർക്ക് പണം കൊടുക്കണം, ഇത് മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. വർഷിപ്പ് ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റ് എല്ലാവരും പറഞ്ഞത്, ആ പാസ്റ്റർ പറഞ്ഞു, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചല്ല ജീവിക്കേണ്ടത്, കർത്താവിന്റെ ഇഷ്ടം അനുസരിച്ചാണ്. ശരിയല്ലേ? ശരിയാണ്. അടുത്ത വാക്യം ഇതാണ്, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ അങ്ങേയറ്റം ഗൾഫ് വരെ പോവായിരിക്കും. എന്നാൽ കർത്താവിന്റെ ഇഷ്ടത്തിന് നിങ്ങൾ കീഴടങ്ങിയാൽ നിങ്ങൾ അമേരിക്കയിൽ കൊണ്ടുപോകാൻ കഴിവുള്ള ദൈവമാണ്. അതാ പുള്ളി പറഞ്ഞത്. അത് പറഞ്ഞിട്ട് അപ്പം നുറുക്കിയത്. ഞാൻ എടുത്തില്ല. അപ്പൊ എടുക്കാത്ത എന്താന്ന് അവർ ചിന്തിച്ചു. അവസാനം അവർ കാശ് തന്നിട്ട് ഞാൻ വാങ്ങിച്ചില്ല, ആഹാരം കഴിച്ചില്ല. അവിടെ ഇറങ്ങാൻ നേരത്തെ അസിസ്റ്റന്റ് പാസ്റ്റർ ഓടി വന്ന് എന്നോട് പറഞ്ഞു, എന്താ നിങ്ങൾ അപ്പം നുറുക്കിൽ എടുത്തില്ല, ഇതെന്താ കാരണം? ഞാൻ പറഞ്ഞു, സ്റ്റേജിൽ നിൽക്കുന്ന എതിർ ക്രിസ്തുവാണ്, ജീവൻ വേണമെങ്കിൽ ഓടിക്കോളാൻ പറഞ്ഞു. ഇദ്ദേഹത്തെ പിന്നെ കുറെ നാളെ ഞാൻ കണ്ടില്ല. പിന്നെ ഒരു ദിവസം മല്ലപ്പള്ളി ഒരു മീറ്റിംഗ് ആയിരുന്നു. അദ്ദേഹം മീറ്റിംഗിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അന്ന് തന്നെ ചർച്ച വിട്ടെന്നു. ഇത് അവിടെ പറയാതെ പോരാൻ പറ്റത്തില്ല. കാരണം കർത്താവിന്റെ ശരീരമല്ല അത്. ഇറ്റ്സ് നോട്ട് ദ ബോഡി ഓഫ് ദ ലോർഡ്. തങ്കുബ്രദറിന്റെ സഭയിൽ നുറുക്കുന്ന തങ്കുബ്രദറിന്റെ ബോഡിയാണ്. ബിക്കോസ് ഹീസ് ദ ഹെഡ്. അവിടെ കൂടി വരുന്നവർ അതിന്റെ അവയവങ്ങളാണ്. അവർ കർത്താവിനെ നിന്ദിച്ചാൽ അവർ കുഴപ്പമില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, തങ്കുബ്രദർ ഒരു യോഗത്തിൽ പറയുന്നത്, തങ്കുബ്രദർ എന്ന് പറയേണ്ട കാര്യമില്ല, അദ്ദേഹം പറയുന്നത്, പരാജിതനായി ക്രൂശിൽ കിടന്ന ക്രിസ്തു, ആ ക്രിസ്തുവിനെ അല്ല നമ്മൾ വർഷിപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ആളാണ്. വിജയിച്ചത് അവരാണ്, ക്രിസ്തു അല്ല. ക്രിസ്തു തോറ്റുപോയ ആളാണ്. ഫോർ ദം ദേ ആർ എ സക്സസ് ആൻഡ് ക്രൈസ്റ്റ് ഈസ് എ ഫെയിലിയർ. അവിടെ അപ്പം നുറുക്കുന്നതിനകത്ത് നമുക്ക് പോയി ഇരിക്കാൻ പറ്റത്തില്ല. ദാറ്റ്സ് നോട്ട് ദ ടേബിൾ ഓഫ് ദ ലോർഡ്. അപ്പൊ ശരീരത്തെ വിവേചിക്കുക എന്ന് പറയും. നമ്മൾ എന്ത് കേൾക്കുന്നു ഒരു ചർച്ചിൽ പോയിരിക്കുമ്പം? ആർ ദേ ഗ്ലോറിഫൈങ് ദ ലോർഡ്? ക്രിസ്തു മഹത്വപ്പെടുന്നുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അല്ലെങ്കിൽ ആ മേശയിൽ നമുക്ക്, അപ്പൊ ആ ബോഡി ഓഫ് ദ ലോർഡ് ആണോ അവിടെ കൂടിയിരിക്കുന്നത്? ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണോ അവിടെ കൂടിയിരിക്കുന്നത് എന്നുള്ളത് ആണ് ശരിക്കും അത് കർത്താവിന്റെ മേശയാണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മള് അവിടെ ഇവിടെയൊക്കെ പോയി അപ്പം എടുക്കുന്നത് സൂക്ഷിച്ചു വേണം എന്നും കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കാരണം അതും ചിലപ്പം ഭൂതങ്ങളുടെ മേശയായിരിക്കാം. നമ്മൾ മനസാക്ഷിയിൽ അറിയാതെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ സ്റ്റിൽ വി ഷുഡ് നോ ദാറ്റ് ക്രൈസ്റ്റ് ഈസ് നോട്ട് ഗ്ലോറിഫൈഡ് ഇൻ മോസ്റ്റ് ഓഫ് ദ ചർച്ചസ്. ദൈവത്തെ മഹത്വപ്പെടുത്താത്ത, മനുഷ്യരുടെ മഹത്വം നോക്കുന്ന ഒരിടത്ത് അപ്പം നുറുക്കപ്പെടുമ്പോൾ അത് കർത്താവിന്റെ ശരീരമാകുന്നത് എങ്ങനെയാണ്?
അതുകൊണ്ട് ഞാൻ സാധാരണ ഇപ്പൊ ഒരു പെൻഡക്കോസ്റ്റ് ചർച്ചിൽ പോയാൽ തീർച്ചയായിട്ടും അപ്പം നോക്കും. കാരണം അവർക്ക് അപ്പം എടുക്കും. കാരണം അവർക്ക് എന്താ പറയുക, ഇങ്ങനെയുള്ള കൾട്ട് പരിപാടികളില്ല. പക്ഷെ ന്യൂ ജനറേഷൻ ചർച്ചകളിലോട്ട് പോയി കഴിഞ്ഞാൽ ദ ഹോൾ ഇക്വേഷൻ ഈസ് ഡിഫറെന്റ്. ദർ വി ഡോണ്ട് ലിസൺ ക്രൈസ്റ്റ് ബീങ് പ്രോക്ലെയിംഡ്. അതുകൊണ്ട് ശേഷം കാര്യങ്ങളെ നമുക്ക് പൗലോസ് പറഞ്ഞ പോലെ പിന്നെ ക്രമപ്പെടുത്താം. ഓക്കെ, നമുക്ക് പിന്നെ കാണാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. അങ്ങേ മഹത്വപ്പെടുത്താൻ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ശരീരത്തിന്റെ ഭാഗമാക്കി ഞങ്ങളെ മാറ്റിയതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ശരീരത്തിന്റെ ഓർമ്മയായി അപ്പം നുറുക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് ശുദ്ധമായ മനസാക്ഷി, ഞങ്ങളുടെ സഹോദരനെ സ്നേഹിക്കുന്ന താഴ്മയുള്ള ഒരു മനസാക്ഷി ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.